തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോൾ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ദൈവമക്കളെ, എഫേസ്യക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ പൗലോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നാം ദൈവത്തിൻ്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി തീരുമാനിച്ച സൽപ്രവൃത്തികൾക്ക് വേണ്ടി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മളൊക്കെ. വടാനപ്പള്ളിയിൽ ജീന എന്ന് പറയുന്നൊരു മകള്, കോളേജിൽ പഠിക്കുന്നവരെ ഓടിച്ചാടി നടന്ന കൊച്ച്, പെട്ടെന്ന് ഒരു രോഗം വന്നു. അസ്ഥിയിൽ നിന്ന് മസിലുകളൊക്കെ വേർപെട്ട് ഇന്ന് തളർന്നു കിടക്കുന്ന ആ മകള് കുറേ കാലഘട്ടം വേദനയിലും നിരാശയിലും സങ്കടത്തിലുമൊക്കെ കഴിഞ്ഞുവെങ്കിലും പിന്നീട് അവൾ തിരിച്ചറിഞ്ഞു ഒരു വലിയ സത്യം: ഞാൻ ദൈവത്തിൻ്റെ കരവേലയാണ്. ഞാൻ ചെയ്യാൻ വേണ്ടി മുൻകൂട്ടി ദൈവം തീരുമാനിച്ച ചില കാര്യങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവളാണ് ഞാൻ. എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് തിരിച്ചറിഞ്ഞ ആ മകൾ തൻ്റെ അവസ്ഥയെ സ്നേഹത്തോടെ സ്വീകരിച്ച് ദൈവത്തിൻ്റെ കരവേലയാണ്, ദൈവം എന്തിനോ വേണ്ടി എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു, അത് ദൈവത്തിനറിയാം, എൻ്റെ നാശത്തിനല്ല. ജെറമ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 29:11 പറയുന്നുണ്ടല്ലോ, നിന്നെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. പദ്ധതി മനസ്സിലിട്ട് ദൈവം സൃഷ്ടിച്ചുവെങ്കിൽ ആ ദൈവം ഒന്നും നശിപ്പിക്കാൻ വേണ്ടി ചെയ്യത്തില്ല എന്ന സത്യം ആ മകളെ കർത്താവിലേക്ക് അടുപ്പിച്ചു. അവൾ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു, ദൈവത്തിന് നന്ദി പറഞ്ഞു. അവളെ ദൈവം കൃപ കൊണ്ട് നിറച്ചു. ഇന്ന് ആ മകളെ അനേകം മക്കളെ സമീപിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ, ദൈവത്തിൻ്റെ പരിപാലനയുടെ, ദൈവത്തിൻ്റെ സൗഖ്യത്തിൻ്റെ വലിയൊരു അനുഭവം അനേകം മക്കൾക്ക് അവൾ പകർന്നു കൊടുക്കുന്നു എന്ന് മാത്രമല്ല, അനേകം മക്കൾക്ക് ആശ്വാസം നൽകുന്ന, സൗഖ്യം നൽകുന്ന ഒരു മധ്യസ്ഥയായി കർത്താവ് ആ മകളെ ഉയർത്തിയിരിക്കുന്നു. അവളെ കണ്ടാൽ ആരും പറയില്ല നിരാശയാണ് അവളുടെ അവസ്ഥയെന്ന്. അതുപോലെ അവൾ മനസ്സിലാക്കി. പ്രിയപ്പെട്ടവരെ, നമ്മളും അറിയണം, നാം ദൈവത്തിൻ്റെ കരവേലയാണ്. നമ്മെക്കുറിച്ച് ദൈവത്തിന് വ്യക്തമായൊരു പദ്ധതിയുണ്ട്. നമ്മിലൂടെ പൂർത്തീകരിക്കപ്പെടണമെന്ന് ദൈവം മുൻകൂട്ടി തീരുമാനിച്ച ചില കാര്യങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മളൊക്കെ. അതുകൊണ്ട് തന്നെ ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഏതവസ്ഥയിലും, അതിന് ഞാൻ സംസാരിക്കണമെന്നില്ല, അതിന് ഞാൻ അധ്വാനിക്കണമെന്നില്ല, ഞാൻ തളർന്നു കിടന്നാലും ഞാൻ രോഗിയാണേലും ഏത് അവസ്ഥയിലും എൻ്റെ ദൈവത്തിൻ്റെ കരവേലയായ എന്നെക്കുറിച്ച് എൻ്റെ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. അത് മുൻകൂട്ടി എൻ്റെ ദൈവം എനിക്ക് വേണ്ടി തീരുമാനിച്ചു വച്ചിട്ടുണ്ട്. ഈ തിരിച്ചറിവ് നമ്മെ വലിയ ആശ്വാസത്തിലേക്ക് നയിക്കും. ഈ തിരിച്ചറിവ് നമ്മെ സൗഖ്യത്തിലേക്ക് നയിക്കും. ഈ തിരിച്ചറിവ് നമ്മെ വലിയ സമാധാനത്തിലേക്ക് നയിക്കും. നിരാശയിൽ നിന്ന്, ഒത്തിരിയേറെ തകർച്ചയിൽ നിന്ന് എഴുന്നേൽക്കുവാൻ ഇത് നമ്മെ ബലപ്പെടുത്തും. ഒരു കാര്യം ഓർക്കുക, നമ്മൾ ദൈവത്തിൻ്റെ കരവേലയാണ്. ദൈവം നമ്മെ സൃഷ്ടിച്ചത് നശിപ്പിക്കാനല്ല, പിന്നെയോ വളർത്താനാണ്. നമ്മളാരും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ആ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ് ദൈവകരുണയിൽ എന്നും ജീവിക്കാൻ നമുക്കിടയാകട്ടെ. ആമേൻ.